മാന്യ ശ്രോതാക്കളെ, കലാസ്വാദകരായ നിങ്ങളുടെ മുമ്പാകെ ഒരു കൊച്ചു കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലുള്ള ചില ആളുകളുടെ അല്പം ചില ദുഷിച്ച ചെയ്തികൾ കാരണം ഇതര സമുദായക്കാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമ്മുടെ സമുദായം ഒന്നടങ്കം ഉത്തരം കിട്ടാതെ ചൂളിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന്. നിക്കാഹും മൊഴിചൊല്ലലും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഈ കഥ അവതരിപ്പിക്കുകയാണ്. ഇത് വളരെ പഴയ ഒരു കഥയാണ്. ഈ കഥയ്ക്ക് ആധുനികതയുടെ പരിവേഷം ചാർത്തി പുതുമയുടെ പൂപടമണിയിച്ച് സഹൃദയരായ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ മണൽക്കാട്ടിലെ മക്ക എന്ന പഴയ നഗരത്തിൽ ഉദിച്ചുയർന്ന ആ പൊൻതാരത്തിന്റെ പ്രഭ ഇന്നും പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നു. ആ അന്ത്യപ്രവാചകന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ആലപ്പുഴയിലെ മർഹൂം ശിശുഹസൻ പുലവർ ഇപ്രകാരം പറയുന്നു. അന്ത്യപ്രവാചകൻ മക്കയിൽ ജനിച്ചു. ലോകം കണ്ടിട്ടുള്ള മഹാന്മാരിലും ദീർഘദർശികളിലും ശ്രേഷ്ഠനും ഉത്തമനുമാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഇതര സമുദായ പണ്ഡിതന്മാർ വരെ സമ്മതിച്ചു കഴിഞ്ഞ ഒരു സത്യം മാത്രമാണ്. ആ മഹാനുഭാവന്റെ ഉപദേശങ്ങളിലും ജീവിതചര്യകളിലും അണുവിട തെറ്റ് കണ്ടുപിടിക്കുവാൻ ഒരുത്തരാലും സാധ്യമല്ല. എന്നാൽ ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ചിലർ ഇസ്ലാമാണെന്നും മുസൽമാനാണെന്നും പറഞ്ഞ് പരിശുദ്ധ മതത്തിന്റെ ലേബിളിൽ ഈ സമുദായത്തിനാകമാനം മങ്ങലേൽപ്പിച്ച് ജീവിക്കുന്ന ചുരുക്കം ചില ആളുകളുടെ ദുഷ്ചേതികൾ കാരണം ഈ സമുദായം ഒന്നടങ്കം അതിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്ന് പറയും കൂട്ടരെ, പേര് കോലം കൊണ്ടു മാത്രം മുസ്ലിമീങ്ങളാകുമോ? മുസ്ലിമീങ്ങളാണു ഞങ്ങൾ എന്ന് പറയും കൂട്ടരെ, പേര് കോലം കൊണ്ടു മാത്രം മുസ്ലിമീങ്ങളാകുമോ? പെരിയ പാവ കെട്ടുമേന്തി പാവ കൊടുമുടി കയറല്ലേ, പെരിയ പാവ കെട്ടുമേന്തി പാവ കൊടുമുടി കയറല്ലേ, എന്നും എന്നും ഈ ഉലകിൽ താമസിക്കാനാകുമോ? എന്നും എന്നും ഈ ഉലകിൽ താമസിക്കാനാകുമോ? അക്കുടയോനേകനമനെ ധിക്കരിക്കാൻ നോക്കല്ലേ, റബ്ബവന്റെ ഹളീറത്തിൽ വിധി നടക്കും ഓർക്കണേ. അക്കുടയോനേകനമനെ ധിക്കരിക്കാൻ നോക്കല്ലേ, റബ്ബവന്റെ ഹളീറത്തിൽ വിധി നടക്കും ഓർക്കണേ. അന്ത്യനാളിലുടയവൻ വിധി നടത്തും മന്നവൻ, അന്ത്യനാളിലുടയവൻ വിധി നടത്തും മന്നവൻ, തെറ്റുകുറ്റം ഹക്കറിയും സർവശക്തനായവൻ, തെറ്റുകുറ്റം ഹക്കറിയും സർവശക്തനായവൻ. തെറ്റും ശരിയും സത്യവും അസത്യവും എല്ലാമെല്ലാം വകതിരിച്ചറിയുവാനുള്ള വിശേഷ ബുദ്ധി അള്ളാഹു മനുഷ്യന് മാത്രമേ പ്രദാനം ചെയ്തിട്ടുള്ളൂ. എങ്കിലും മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു സമുദായത്തെ ആകമാനം കോടിക്കണക്കിന് മുസൽമാന്മാരുടെ പേരിൽ പഴിചാരുന്ന ചില സങ്കുചിത സ്വഭാവക്കാർ സമീപകാലത്ത് ഇസ്ലാമിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. പൊട്ടന്മാർ കണ്ട ആനയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. നിക്കാഹ് കഴിക്കലും മൊഴി ചൊല്ലലുമാണ് ഇസ്ലാം ശരീഅത്ത് എന്ന് കരുതിയ അത്തരം അന്ധന്മാർ ഈ അടുത്ത കാലത്ത് നടത്തിയ പത്രയുദ്ധം നാം ഏവരും വായിച്ചവരാണ്. ഇത്തരക്കാർ സ്വന്തം സമുദായത്തിലുള്ള ചീഞ്ഞ നാറുന്ന സാംസ്കാരികത മറച്ചു പിടിച്ചുകൊണ്ട് ഇസ്ലാം ശരീഅത്തിനെ വളച്ചൊടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി നാടുതോറും പ്രസംഗിച്ച അല്പന്മാരെയും
നാം ആ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ എന്റെ കൊച്ചു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. കഥ അലിയാരുടെ 5-ാം കെട്ട്. പ്രകൃതി രമണീയമായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വടക്കു ഭാഗത്തുള്ള മലബാർ പ്രദേശത്തെ തിരക്കേറിയ കോഴിക്കോട് പട്ടണം. പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പാവപ്പെട്ടവർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. അധ്വാനശീലരാണെങ്കിലും അർദ്ധപട്ടിണിക്കാരായ സാധുജനങ്ങളാണ് അവിടെ കുടിലുകളിൽ താമസിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് നിലം പരിശാകാറായ ആ ചെറ്റക്കുടിലിൽ സാധാരണയിൽ കവിഞ്ഞ ഇന്നെന്തോ ഒരാൾക്കൂട്ടം. അവിടെ കൂടിയിരിക്കുന്നവരുടെ മുഖങ്ങളിൽ ദുഃഖത്തിന്റെയും സഹതാപത്തിന്റെയും പ്രതിച്ഛായ പരന്നിരിക്കുന്നു. എന്താണ് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ആ ചെറ്റക്കുടിലിൽ താമസിച്ചിരുന്ന ആയിഷ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവർക്കും പ്രിയങ്കരിയായ ആയിഷത്ത. മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധ്യമല്ല. മലക്കുൽ മൗത്ത് തേടി വരുന്ന നേരം കൃത്യമായി പറയുവാൻ കഴിയുമോ? ഇല്ല. മരണം വന്നടക്കുന്നു, മരണം വന്നടുക്കുന്നു, മനുജ മരണം വന്നടുക്കുന്നു. എപ്പോഴെന്നറിയാമോ? തേടി വരും നേരം ഇന്നൊരുത്തൻ യാത്രയായി. മലക്കുൽ മുത്തസിറായിൽ തേടി വരും നേരം ഇന്നൊരുത്തൻ യാത്രയായി. നാളെ നീയും ഒരുങ്ങി നിന്നു, മരണം വന്നടുക്കുന്നു, മനുജ മരണം വന്നടുക്കുന്നു. സുഖദുഃഖങ്ങൾ പങ്കുവെച്ച ഭാര്യ മക്കൾ ഇന്നിവിടെ. സുഖദുഃഖങ്ങൾ പങ്കുവെച്ച ഭാര്യ മക്കൾ ഇന്നിവിടെ. കൂട്ടിനാരും കൂടെയില്ല, യാത്ര ഇതേകനായി. കൂട്ടിനാരും കൂടെയില്ല, അന്ത്യയാത്ര ഇതേകനായി. സുൽത്താനും മിസ്കീൻ മറ്റെല്ലാം പള്ളി മുറ്റത്തൊന്നേ പോലെ മണ്ണിൽ നിന്നും മെനഞ്ഞ ദേഹം മണ്ണിലലിയും സോദരരെ. മണ്ണിൽ നിന്നും മെനഞ്ഞ ദേഹം മണ്ണിലലിയും സോദരരെ. ആയിഷ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവരുടെ ഏക മകളാണ് സൈനബ.
സൈനബയുടെയും അവളുടെ പിഞ്ചോമന പൈതലിന്റെയും ഏക ആശ്രയമായിരുന്ന ആയിഷ അവരെ എല്ലാം അനാഥരാക്കിക്കൊണ്ട് ഈ ലോകത്ത് തനിച്ചാക്കിക്കൊണ്ട് ആയിഷ അന്ത്യയാത്ര പറഞ്ഞു. ആ കുടിലിന്റെ മൂലയിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റിയ സൈനബ അവളുടെ ചങ്ക് തകരുകയാണ്. തനിക്കും കുഞ്ഞിനും ഇനി ആരുണ്ട്? അവൾക്ക് അതേപ്പറ്റി ഓർക്കുവാൻ പോലും സാധിക്കുന്നില്ല. അവൾ പൊട്ടിക്കരയുകയാണ്. അവിടെ കൂടിയവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കരയരുത് മോളെ, എല്ലാം പടച്ചവൻ വിധിച്ചതാണ്. അവൻ പടച്ച പടപ്പ് അവൻ വിളിക്കുമ്പോ പോണം. പലരും പലതും പറഞ്ഞു. എങ്കിലും ഇനി ആരാണ് തനിക്കും കുഞ്ഞിനുമുള്ളത്? ആ ചോദ്യം ചെന്നെത്തിയത് തന്റെ കുഞ്ഞിന്റെ ബാപ്പയായ അലിയാരിലാണ്. സൈനബയുടെ ഭർത്താവായിരുന്ന അലിയാരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. പണ്ട് പണ്ടുണ്ടായൊരു മൂപ്പര് അലിയാരെ കാക്ക, ഈ മലയാളക്കര കണ്ടത് താക്കർത്തേറിയ ഇക്കാക്ക. പണ്ട് പണ്ടുണ്ടായൊരു മൂപ്പര് അലിയാരെ കാക്ക, ഈ മലയാളക്കര കണ്ടത് താക്കർത്തേറിയ ഇക്കാക്ക. ആള് ജോറ് വേഷം ജോറ്, കാണാൻ നല്ലൊരു തീക്കിൻ തടി പോൽ, വയസ്സനാണീ കക്ഷിയതെങ്കിലും കണ്ടാ പറയൂല, ആളെ കണ്ടാ പറയൂല. ആള് ജോറ് വേഷം ജോറ്, കോലം നല്ലൊരു തേക്കിൻ തടി പോൽ, വയസ്സനാണി കക്ഷിയതെങ്കിലും കണ്ടാ പറയൂല, ആളെ കണ്ടാ പറയൂല. പുതിയാലോൻ പെണ്ണ് കെട്ടാൻ പോയി കോട്ടയത്ത്, അങ്ങനെ ഹൂറി പോലൊരു സുന്ദരിയാളെ ആദ്യമായി കെട്ടി. പുതിയാലോൻ പെണ്ണ് കെട്ടാൻ പോയി കോട്ടയത്ത്, അങ്ങനെ ഹൂറി പോലൊരു സുന്ദരിയാളെ ആദ്യമായി കെട്ടി. ഒന്ന് കെട്ടി രണ്ട് കെട്ടി മതിയായില്ല, നാട് നില നടന്ന് മൂന്ന് നാലും കെട്ടി. ഒന്ന് കെട്ടി രണ്ട് കെട്ടി മതിയായില്ല, നാട് നില നടന്ന് മൂന്ന് നാലും കെട്ടി. എന്നിട്ടും പോരാഞ്ഞ മൂപ്പര് അഞ്ചും വേണോ നായി, നല്ല മുഞ്ചത്തി പെണ്ണ്. എന്നിട്ടും പോരാഞ്ഞ മൂപ്പർ കഞ്ചും വേണോ നായി, നല്ല മുഞ്ചത്തി പെണ്ണ്. ഇതാണ് സാക്ഷാൽ അലിയാര്. എങ്കിലും അയാളോട് അവൾക്ക് പക തോന്നി. അവളുടെ ചിന്തകൾ ലക്ഷ്യമില്ലാതെ പോവുകയാണ്. തനിക്ക് കൂടപ്പിറപ്പുകളോ ബന്ധുക്കളെന്ന് പറയാനോ ആരുമില്ല. ഇത്രയും കാലം തന്റെ ഉമ്മയുടെ തണലുണ്ടായിരുന്നു. ഏക ആശ്രയമായിരുന്ന ഉമ്മയും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിഷ വളരെയധികം കഷ്ടപ്പെട്ടാണ് സൈനബയെ വളർത്തിയത്. അവൾ കൈക്കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ ബാപ്പ മരിച്ചു. എന്നിട്ടും കഷ്ടപ്പെട്ട് അവളെ വളർത്തി വലുതാക്കി. പ്രായപൂർത്തിയായപ്പോൾ നല്ല തടിമിടുക്കും പ്രാപ്തനുമായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് നിക്കാഹ് ചെയ്യിച്ചു. ഒടുവിൽ ഗർഭിണിയായ സൈനബയെ ഉപേക്ഷിച്ച് ആ മഹാപാവി നാടുവിട്ടു. അന്നു മുതൽ ആയിഷ രോഗശയ്യയിലായതാണ്. പട്ടിണി കിടന്ന് നരകിച്ച് ഒടുവിൽ ഇന്നിതാ അവർ ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞു. ആ മരിച്ച വീട്ടിൽ കൂടിയവർ ആയിഷയുടെയും സൈനബയുടെയും കഴിഞ്ഞകാല കഥകൾ ഓർത്തും പറഞ്ഞും കൊണ്ടേയിരുന്നു. മയ്യം മറവ് ചെയ്യണം, അതിനുള്ള പണം എവിടെ? അവിടെ കൂടിയിരുന്നവർ ഒറ്റയ്ക്കും കൂട്ടായും ചർച്ചകൾ ചെയ്തു. ദുഃഖവും പേറി കരഞ്ഞ് കരഞ്ഞ് ഒരു മൂലയിലിരിക്കുന്ന സൈനബയെ വിളിച്ച് അവളുടെ ഉമ്മയുടെ മയ്യം മറവ് ചെയ്യുന്നതിനുള്ള പണം ചോദിക്കേണ്ടത് ആവശ്യം നല്ലവരായ ആ നാട്ടുകാർക്കില്ലായിരുന്നു. ബന്ധച്ചോറും മരിച്ച മയ്യത്തും കാത്തിരിക്കില്ല എന്ന പഴഞ്ചൊല്ലുപോലെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്താൽ ആയിഷയുടെ മയ്യം അടുത്ത പള്ളിയിൽ ഖബറടക്കം ചെയ്തു. ഖബറടക്കത്തിന് ശേഷം നാട്ടുകാർ പിരിഞ്ഞു. സൈനബയും കുഞ്ഞും ആ ചെറ്റക്കുടിലിൽ തനിച്ചായി. നിസ്സഹായതയുടെ നിമിഷങ്ങൾ. പടച്ചവനെ, ഞാനും എന്റെ പുന്നാരമോനും ഈ ഭൂമിക്ക് ഭാരമായല്ലോ. എന്തിനു ജീവിക്കണം? ആത്മഹത്യ, അതെ, അതാണൊരു മാർഗം. സൈനബയുടെ മനസ്സ് ആ വഴിക്ക് ചിന്തിച്ചു. പക്ഷേ ഒരിക്കലും സാധ്യമല്ല. അവൾ തന്റെ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അവൾ ആ പിഞ്ചു പൈതലിന്റെ കളങ്കമറ്റ പുഞ്ചിരിക്ക് മുൻപിൽ
എല്ലാം മറന്നു. അവനെ സ്വന്തം മാറോട് ചേർത്തു. അവന്റെ ഇളം മേനിയിൽ ചുണ്ടുകൾ അമർത്തി സ്നേഹമയ്യായ ആ ഉമ്മ തന്റെ കുഞ്ഞിന് മാതൃസ്നേഹത്തിന്റെ പരിപാവനമായ സ്നേഹമുദ്രകൾ അർപ്പിച്ചു. സർവശക്തനായ തമ്പുരാനെ, എന്റെ ദുഃഖം നീ കാണുന്നില്ലേ? ആശ്രയിക്കാൻ ആരുമില്ലാത്ത പാവപ്പെട്ട ആ യുവതി സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി തന്റെ കുഞ്ഞിന്റെ സുഖനിദ്രയ്ക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് പാടി. ഹൃദയത്തേൻ കനിയാമോനേ, ഇമ പൂട്ടി ഉറങ്ങ് കുഞ്ഞേ, കണ്ണീരിൻ കയത്തിൽ നിന്ന് കരകേറാൻ കരം നീട്ടല്ല, കണ്ണീരിൻ കയത്തിൽ നിന്ന് കരകേറാൻ കരം നീട്ടല്ല. ഇറയോനേ ഇലാഹയോനേ, ഇരക്കുന്നു ഉദക്കം ചെയ്യാൻ, മുസീബത്ത് വലയിൽ നിന്നും റഹ്മത്തിന്റെ വഴി കാട്ടല്ല, മുസീബത്ത് വലയിൽ നിന്നും റഹ്മത്തിന്റെ വഴി കാട്ടല്ല. മഹീദിൽ പിറന്നാൾ സുഖദുഃഖം സഹജം, സഹിപ്പാനായി കൽബിന് കരുത്തേകൂ റഹ്മാനെ, വിശപ്പാലെ കേഴുന്നോർക്കെല്ലാം അന്നമേകും പെരിയോനല്ലേ, വിശപ്പാലെ കേഴുന്നോർക്കെല്ലാം അന്നമേകും പെരിയോനല്ലേ. മഈശത്തിൻ വഴി കാട്ടാൻ കനിയണം സുബ്ഹാനേ, മഈശത്തിൻ വഴി കാട്ടാൻ കനിയണം സുബ്ഹാനേ. ഓർമ്മകളുടെ പഴയ പുസ്തകത്താളുകൾ മറിച്ചപ്പോൾ ഇന്നലെ നടന്നതുപോലെ അവളെല്ലാം ഓർത്തു. തന്റെ പ്രിയങ്കരനായിരുന്ന ഭർത്താവ്, എന്തൊരു നിഷ്കളങ്ക സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സൈനബ സന്തോഷകരമായ ആ നാളുകളെ കുറിച്ച് ചിന്തിച്ചു. മനോഹരങ്ങളായ ദിനരാത്രങ്ങൾ. അന്ന് ആ സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ആഹ്ലാദത്താൽ തുള്ളിച്ചാടി. തങ്ങൾക്ക് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷം ആ ദമ്പതികൾ അനുഭവിച്ച ആനന്ദം അളവറ്റതായിരുന്നു. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ആ പാവപ്പെട്ട സ്ത്രീ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ പടുത്തുയർത്തിയ പൊന്നിൻ കിനാക്കളുടെ കണ്ണാടി മാളിക നിമിഷ നേരം കൊണ്ട് തകർന്നു വീണു. തന്റെ എല്ലാമായിരുന്ന ഭർത്താവ് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഗർഭിണിയായ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നാടുവിട്ടു. ജീവിതം സൈനബയുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. എങ്കിലും അവൾ ജീവിക്കാൻ തന്നെ ഉറച്ചു. എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചാലും തന്റെ പുന്നാര മോനെ വളർത്തി ആളാക്കണം. എന്നെങ്കിലും എന്റെ ഭർത്താവിനെ കാണാതിരിക്കില്ല. തന്റെ പൊന്നാര മോനിലൂടെ അയാളോട് പ്രതികാരം വിട്ടണം. അവൾ ഉറച്ചു. രാപ്പകലില്ലാതെ അധ്വാനിച്ചു. സൈനബയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്റെ മോൻ, എന്റെ മോൻ. അങ്ങനെ നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, കാലചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നു. സൈനബ പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് നാടുനീളെ സഞ്ചരിച്ചു. കഷ്ടപ്പെട്ടു, കൂലിവേലയെടുത്തു. അവളുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്, തന്റെ മകനെ വളർത്തി വലിയ ആളാക്കണം. ആരെയും കാത്തു നിൽക്കാതെ വർഷങ്ങൾ അങ്ങനെ നടന്നു നീങ്ങി. സന്ധ്യ മയങ്ങുമ്പോൾ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് ഒന്ന് നോക്കൂ. അസ്തമയ സൂര്യൻ കടലിനോടൊരു സ്വകാര്യം പറയാൻ വരുന്നതുപോലെ അടുത്തടുത്ത് വന്ന് മാഞ്ഞു മറഞ്ഞു പോകുന്നു. അറബിക്കടലിന്റെ കൊച്ചു റാണിയായ കൊച്ചി പട്ടണം. പഞ്ചവർണ്ണ പട്ടുനൂലുകൊണ്ട് നെയ്തെടുത്ത പട്ടുകുപ്പായം പുതച്ച സുന്ദരിയാണവൾ, മനോഹരിയാണവൾ. ആ
അറബിക്കടൽ സുൽത്താന്റെ മണവാട്ടി കൊച്ചിയല്ലേ, ഇരമ്പുന്ന കടല് കണ്ട് പുഞ്ചിരിക്കും കൊച്ചുറാണി. അറബിക്കടൽ സുൽത്താന്റെ മണവാട്ടി കൊച്ചിയല്ലേ, ഇരമ്പുന്ന കടല് കണ്ട് പുഞ്ചിരിക്കും കൊച്ചുറാണി. പായക്കപ്പൽ ആവിക്കപ്പൽ കണ്ട് കണ്ട് മടുത്തോളല്ലേ, കടൽ കാക്കകൾ കരഞ്ഞ് കണ്ണീര് വീഴ്ത്തിയ മണ്ണിതല്ലേ. പായക്കപ്പൽ ആവിക്കപ്പൽ കണ്ട് കണ്ടു മടുത്തോളല്ലേ, കടൽ കാക്കകൾ കരഞ്ഞു കണ്ണീരു വീഴ്ത്തിയ മണ്ണിതല്ലേ. അതാ അതാ അവിടെ എന്താണ് ഒരാൾക്കൂട്ടം? കടൽപ്പുറത്തെ പഞ്ചാര മണൽത്തിട്ടയിൽ ചുറ്റിമറച്ചിരിക്കുന്ന ഒരു കൂടാരം കാണുന്നില്ലേ? അവിടേക്കാണല്ലോ ഈ ജനപ്രവാഹം. എന്താണവിടെ? നമുക്ക് അങ്ങോട്ട് പോകാം. ഓഹോ, അവിടെ ഒരു ഗുസ്തി നടക്കാൻ പോകുന്നു. കല്ലൻമുളയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഉച്ചഭാഷണിയിൽ നിന്നും വരുന്ന ഗർജനം കേൾക്കുന്നില്ലേ? ഗുസ്തി, ഗുസ്തി, ഗംഭീര ഗാഥാ ഗുസ്തി. വരുവിൻ, കാണുവിൻ, ആവേശം കൊള്ളുവിൻ. ഇന്നു വൈകുന്നേരം കൃത്യം 5 മണിക്ക് ഗുസ്തി ലോകത്തിലെ 2 മല്ലന്മാർ ഏറ്റുമുട്ടുന്നു. 55-ാം വയസ്സിലും 25-ന്റെ ചുറുചുറുക്കുള്ള ഇലക്ട്രിക് അലിയാർ ഒരു വശത്ത്, തന്റെ എതിരാളിയെ മാനം കാണിച്ചിട്ടേ അടങ്ങൂ എന്ന വാശിയോടെ ഗോദായിലിറങ്ങുന്ന മിന്നൽ മമ്മു മറുവശത്ത്. അതെ, ഇലക്ട്രിക്കും ഇടിമിന്നലും അക്ഷരാർത്ഥത്തിൽ തന്നെ ഏറ്റുമുട്ടുന്നു. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക് രണ്ടിലൊരാൾ അടിപ്പെടുന്നതുവരെ ഗുസ്തി നടത്തപ്പെടും. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക്. ആരാണ് ഈ മിന്നൽ മമ്മു? അതൊരു പുതുമുഖമാണല്ലോ. ഗുസ്തി ലോകം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ പേര്, മിന്നൽ മമ്മു. ഇലക്ട്രിക് അലിയാരോട് ഏറ്റുമുട്ടുവാൻ തീരുമാനിച്ച മിന്നൽ മമ്മു ഏതായാലും മോശക്കാരനായിരിക്കില്ല. എന്നാലും ഗുസ്തി പ്രേമികൾക്ക് അത്ഭുതം. എലി മലയോട് മല്ലിടുകയോ? കേരളം കണ്ട ഏറ്റവും വലിയ ഫയൽവാനാണ് ഇലക്ട്രിക് അലിയാർ. കേരള ഗാമ എന്നറിയപ്പെടുന്ന ഇലക്ട്രിക്കിനെ മലർത്തിയടിക്കുക എന്നത് നിസ്സാരമാണോ? അലി എന്നാൽ പുലി തന്നെ, പാഞ്ഞു വന്നാൽ എതിരാളി കിറങ്ങിപ്പോകും. ഇതെന്തൊരു സാധനം പൊന്നെ ഇലക്ട്രിക് അലിയാരിക്ക. അലി എന്നാൽ പുലി തന്നെ, പാഞ്ഞു വന്നാൽ എതിരാളി കിറുങ്ങിപ്പോകും. ഇതെന്തൊരു സാധനം പൊന്നെ ഇലക്ട്രിക് അലിയാരിക്ക. കരിമ്പാറയിൽ തീർത്തെടുത്തൊരു ശില പോലുണ്ട്, ഗോദായിൻ ഹരമാണ്. ഇന്നോളം തോൽവി എന്തെന്നറിഞ്ഞോനല്ല. കരിമ്പാറയിൽ തീർത്തെടുത്തൊരു ശില പോലുണ്ട്, ഗോദായിൻ ഹരമാണ്. ഇന്നോളം തോൽവി എന്തെന്നറിഞ്ഞോനല്ല. അങ്ങനെയുള്ള ഇലക്ട്രിക് അലിയാരോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു പീറപ്പയ്യൻ മിന്നൽ മമ്മു. ഹോ, അവന്റെ അവസാനം തന്നെ. കേട്ടവർ പറഞ്ഞു, കഷ്ടമായിപ്പോയി. ലെങ്കോട്ടിയും കെട്ടി ഗോദായിലിറങ്ങി ഇന്നുവരെ തോൽവി എന്തെന്നറിയാത്ത ഇലക്ട്രിക്കിനോട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ച മമ്മുവിനെ ജനം ധിക്കാരിയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവന് ഗുസ്തിപരമായി എന്തെങ്കിലും മുൻ പരിചയമുണ്ടോ? ഇലക്ട്രിക് ആ ഹിമാറിനോട് കൈകൊടുക്കുന്നത് തന്നെ തെറ്റാണ്. ജയിച്ചാലും തോറ്റാലും നാണക്കേട് ഇലക്ട്രിക്കിന് തന്നെ എന്നും ചിലർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാഹസത്തിന് മമ്മുവിനെ പ്രേരിപ്പിച്ച ശക്തി ഏത്? അതവന്റെ കൽബിനോട് ചോദിക്കണം. ആ യുവഹൃദയത്തിൽ മരണത്തെപ്പോലും പുഞ്ചിരിയോടെ നേരിടാൻ പ്രേരിപ്പിക്കുന്ന ദിവ്യശക്തി കുടികൊള്ളുന്നുണ്ട്. അതാണ് പ്രേമം. അതെ, മുഹബ്ബത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ വികാരം. സലീമിന് അനാർക്കലിയോട് തോന്നിയ വികാരം, മജ്നുവിന് ലൈലയോടുണ്ടായ വികാരം. 2 ഖൽബുകൾ ഒന്നാകുമ്പോൾ വൈതരണികൾ എന്ത് തന്നെ ഉണ്ടായാലും ശരി, അതിനെ മറികടക്കുവാനുള്ള ഒരു പ്രത്യേക മനക്കരുത്ത് നൽകുന്നു. അതാണ് നിഷ്കളങ്കമായ പ്രേമം. കൽബിന്റെ മെത്തയിൽ പൂവിരിച്ച് അതിൽ അത്തറ് പൂശി മണം പരത്തി രാരീരം പാടി അതിൽ കിടത്തി അവൻ താലോലിച്ചിടും സുവർഗശക്തി. മെത്തയിൽ പൂവിരിച്ചു അതിൽ അത്തറ് പൂശി മണം പരത്തി രാരീരം പാടി അതിൽ കിടത്തി അവൻ താലോലിച്ചിടും സുവർഗശക്തി. അതിശക്തമായ പ്രേമത്താൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ
കനകക്കിനാക്കൾ കൊണ്ടൊരു മാണിക്യ കൊട്ടാരം പടുത്തുയർത്തി. മനസ്സെന്ന ആ മാണിക്യ കൊട്ടാരത്തിലെ അവന്റെ രാജകുമാരി ആരാണെന്നറിയണ്ടേ? വേറെ ആരുമല്ല, കോഴിക്കോട്ടലുവ തെരുവിലെ ചോരക്കണ്ണൻ കോയാക്കുട്ടി. കൊച്ചിന്നൊരു സുഹൈറായിൽ വീടെത്തിയ മോഹപ്പൂവാണേ മുംതാസ്. ആരിക്കെന്നൊസു പിടിക്കണ മുഞ്ചുള്ളോളാണേ. കോഴിക്കോട്ടലുവ തെരുവിലെ ചോരക്കണ്ണൻ കോയാക്കുട്ടി. കൊച്ചിന്നൊരു സുഹൈറായിൽ വീടെത്തിയ മോഹപ്പൂവാണ് മുംതാസ്. ആരിക്കൊന്നൊസു പിടിക്കണ മുഞ്ചുള്ളോളാണ്. അത് ശരി. അപ്പോൾ കോയാക്കുട്ടി സ്രാങ്കിന്റെ പുന്നാരമോള് മുംതാസ് ആണ് മമ്മുവിനെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. പെൺകുട്ടി കൊള്ളാം, അസ്സലാണ്. ഹുസനുൽ ജമാലിനെ പോലെ സുന്ദരിയാണ്. അവളുടെ സൗന്ദര്യം അവനെ ഒരു ഗുസ്തിക്കല്ലേ പ്രേരിപ്പിച്ചുള്ളൂ. സൗന്ദര്യത്തിന് ഒരു നിർവചനം അന്വേഷിക്കുന്നവർ നമ്മുടെ മുംതാസിനെ കണ്ടാൽ മതി. നമ്മൾ ഇന്ന് കാണുന്ന ചില സ്ത്രീകളെ പോലെ വെച്ചുകെട്ടലോ വരച്ചു പിടിപ്പിക്കലോ ഒന്നുമില്ലാത്ത അകൃത്രിമ സൗന്ദര്യം. അവൾ 16-ലെത്തി നിൽക്കുകയാണ്, മമ്മു 23-ലും. രണ്ടു കൂട്ടരുടെയും മധ്യേ ഒരു വേലിക്കെട്ടില്ലായിരുന്നെങ്കിൽ അവിടെ പലതും സംഭവിക്കുമായിരുന്നു. വേലിക്ക് വടക്ക് മുംതാസിന്റെ കൊട്ടാരം, തെക്ക് മമ്മുവിന്റെ കുടിൽ. അവരുടെ ഹൃദയങ്ങളിലോ ജന്നത്തുൽ ഫിർദൌസ്. മുംതാസിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ചിന്ത അവനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അവളുടെ ബാപ്പ കോയാക്കുട്ടി സ്രാങ്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അയാൾ അറിഞ്ഞാൽ ചില ദിവസങ്ങളിൽ മമ്മു മറ്റാരും കാണാതെ പാത്തും പതുങ്ങിയും അവളെ കാണാൻ വേലിക്കരികിൽ വന്നു നിൽക്കും. മല്ലൻ മമ്മു മെല്ലെ മെല്ലെ വേലിയരികിൽ ചെന്ന് ചന്തമുള്ള മുന്തുവിനെ കാണുവാൻ പോതീത്തേ. മല്ലൻ മമ്മു മെല്ലെ മെല്ലെ വേലിയരികിൽ ചെന്ന് ചന്തമുള്ള മുന്തുവിനെ കാണുവാൻ പോതീത്ത്. ചന്ദിരന്നൂതിത്ത് പൊന്തിയ പോലെ സുന്ദരി ഹൂറി പന്തുരണ്ടി പോകും പോലെ നടയിലെന്തൊരു ചേല്. ചന്ദിരന്നൂതിത്ത് പൊന്തിയ പോലെ സുന്ദരി ഹൂറി പന്തുരണ്ടി പോകും പോലെ നടയിലെന്തൊരു ചേല്. അന്തമില്ലാത്ത ആശയനവധി മമ്മുവിന്റെ ഉള്ളിൽ. മുന്തുവിനെ സ്വന്തമാക്കാൻ കൽബിലെന്തൊരു പൂതി. അന്തമില്ലാത്ത ആശയനവധി മമ്മുവിന്റെ ഉള്ളിൽ. മുന്തുവിനെ സ്വന്തമാക്കാൻ കൽബിലെന്തൊരു പൂതി. കുന്തിരിക്കം വെന്തതേ പോൽ അന്തരംഗം മീറി. മുന്തുവിന്റെ തന്ത കൊന്തം പല്ലി കാട്ടിയ നേരം. മുന്തിരിക്കും വെന്തതുപോൽ അന്തരംഗം നീറി. മുന്തുവിന്റെ തന്ത കൊന്തം പല്ല് കാട്ടിയ നേരം. മമ്മുവിന്റെ ഉമ്മയ്ക്കും ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഏതു നേരവും ചെക്കന്റെ നോട്ടം കോയാക്കുട്ടി സ്രാങ്കിന്റെ വീട്ടിലേക്കാണ്. ഇടയ്ക്കിടെ അവർ പലതും കാണുന്നുണ്ട്. പടച്ചവനെ, ഇനി എന്തെല്ലാം വരുത്തി വയ്ക്കും? ആ തള്ളയ്ക്ക് എപ്പോഴും ഒരു ദുഃഖഭാവമാണ്. ഇനി കോയാക്കുട്ടി സ്രാങ്കിന്റെ കൊട്ടാരത്തിലെ വിവരങ്ങൾ അറിയണ്ടേ? അവിടെ നമ്മുടെ മുംതാസ് ഉറക്കം കിട്ടാതെ പഞ്ഞി തലയിണയും പുണർന്ന് പഞ്ഞിമെത്തയിൽ ഉരുൾ നേർച്ച നടത്തുകയായിരിക്കും. എന്റെ മമ്മുക്ക, ഈ കൊട്ടാരം ആ കുടിലിലേക്ക് ഒതുങ്ങാൻ എന്താണൊരു മാർഗം? അല്ലെങ്കിൽ പടച്ച റബ്ബേ, ആ കുടിൽ എന്നാണ് ഒരു കൊട്ടാരമായി തീരുക? ചിലപ്പോൾ ചില ദുർചിന്തകളും അവളെ പിടികൂടാറുണ്ട്. മമ്മുവിനോടൊപ്പം ഒളിച്ചോടിയാലോ? ആ നിമിഷങ്ങളിൽ പണ്ട് ഹുസനുൽ ജമാലും ബദറുൽ മുനീറും ഒളിച്ചോടാൻ തീരുമാനിച്ചതിന്റെ ഈരടികൾ അവളുടെ ആത്മാവിൽ നുരഞ്ഞു പൊന്തും. കുറച്ചേ സമയത്തെ ഊമയ്യെത്തേണം, പുതിമുൻ പാടി നാടും കാടന്നിടണം. കുറച്ചേ സമയത്തിൽ ഉമയെത്തേണം, പുതിമുൻ പാടി നാടും കടന്നിടണം. ശർത്തി പാടി തമ്മിൽ പറഞ്ഞുറച്ചേ, ചൗക്കാടൽ രണ്ടും പാതാ പാതച്ചേ. ശർത്തി പാടി തമ്മിൽ പറഞ്ഞുറച്ച്, ചൗക്കാടൽ രണ്ടും പാതാ പാതച്ചേ. പക്ഷേ ആ നിമിഷത്തിൽ തന്നെ മുംതാസ് മനസ്സ് തിരിച്ചുവിടും. കാരണം ബാപ്പ കോയാക്കുട്ടി സ്രാങ്ക് കരുത്തനാണ്. ഇന്നത് ഇന്ന സമയത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ചെയ്തിരിക്കും. ബാപ്പ വെറുതെ വിടൂല്ല. തന്നെ സ്നേഹിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട്
മമ്മുവിന് ഒരിക്കലും ഒരപകടവും സംഭവിക്കാൻ പാടില്ല. മമ്മുവിന്റെ രക്ഷ മുംതാസിന്റെ പ്രാണന്റെ ആവശ്യമാണ്. പിന്നെ എന്താണ് ഒരു മാർഗം? ഇതുവരെ വിശുദ്ധമാണെന്ന് കരുതിപ്പോന്ന പൊൻകിനാക്കൾ പൂവണിയാൻ ഒരു മാർഗം കാണിച്ചതാ റബ്ബേ. ആ ചിന്ത അവളുടെ ഹൽബിൽ ദുഃഖഭാരം ചുമത്തി. ഓർമ്മ വെച്ചൊരു നാൾ മുതലൻ കൽബിനുള്ളിൽ കൂടെ കൂട്ടിയ പൂമണിമാരാനിയെന്നും ഓർത്തിടേണം. ഞാൻ നോമ്പ് നോറ്റി കാത്തിരിക്കും പൊന്നുമോനെ, എന്റെ കൽബിനുള്ളിൽ നിന്റെ ചിത്രം ഒന്നു മാത്രം. ഓർമ്മ വെച്ചൊരു നാൾ മുതലൽ കൽബിനുള്ളിൽ കൂടുകൂട്ടിയ പൂമണിമാരാനിയെന്നും ഓർത്തിടേണം. ഞാൻ നോമ്പ് നോറ്റ് കാത്തിരിക്കും പൊന്നുമോനെ, എന്റെ കൽബിനുള്ളിൽ നിന്റെ ചിത്രം ഒന്നു മാത്രം. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ ആത്മബന്ധത്തെ തല്ലി തകർക്കുമാറ് മറ്റൊരു കാര്യം മുംതാസിന്റെ ചെവിയിൽപ്പെട്ടത്. മുംതാസിന്റെ നിക്കാഹ് ഉറപ്പിക്കുവാൻ പോകുന്നു. പടച്ച റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ മമ്മുക്കായെ വിട്ട് മറ്റൊരാളുടെ കൂടെ കഴിയാനോ? സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അവളുടെ അന്തരാത്മാവ് നൊന്തു പിടഞ്ഞു. പക്ഷേ കോയാക്കുട്ടി സ്രാങ്ക് നിശ്ചയിച്ചാൽ അത് നടന്നത് തന്നെ. അവളുടെ തങ്കക്കിനാക്കൾ മണ്ണടിയുകയായിരുന്നു. തങ്കക്കിനാക്കളുടെ മണിമഞ്ചലിൽ മമ്മു എത്രയോ രാവുകളിൽ തന്റെ മണിയറ പൂകിയിട്ടുണ്ട്. ആ രാവുകൾക്ക് എന്തൊരു കുളിർമയായിരുന്നു. ആ രാവുകളിൽ, ആ കിനാക്കളിൽ തന്റെ കാതുകൾക്കിമ്പം പകർന്ന ഒപ്പന ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നില്ലേ? മണിയറക്കകം തന്നെ ഇതാ വരും നീ, ഇതാ വരും നീ. മണമുള്ള സുഗന്ധങ്ങൾ അത്തർ സെന്റും മാളിമാല, മാറിയിലിട്ട ദർപ്പത്തിലണവായി പകരിയ സുഖമുഖ പുതുവായ പുതുമാരൻ. മണിയറക്കകം തന്നിൽ ഇതാ വരുന്നേ, ഇതാ വരുന്നേ. എല്ലാം പാഴ്കിനാക്കളായി മണ്ണടിയാൻ പോകുന്നു. പാടില്ല, അതൊരിക്കലും നടന്നുകൂടാ. വിവരം മമ്മുവിനെ അറിയിക്കണം. പാത്തും പതുങ്ങിയും മറ്റാരും കാണാതെ അവൾ വേലിക്ക് വടക്കേ പുറത്തു വന്നു. മമ്മുവിനെയും കാത്തുനിന്നു. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മമ്മുവിനെ കാണുവാൻ കഴിഞ്ഞത്. നിങ്ങൾ അറിഞ്ഞില്ലേ, എന്റെ നിക്കാഹ് നടത്താൻ പോകുന്നു. ആ വാർത്ത അവനെ ഞെട്ടിച്ചു. അവന്റെ തല കറങ്ങുന്നതുപോലെ ആകാശവും ഭൂമിയും ഒന്നായി താൻ അതിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞ് മരിക്കുമെന്ന് അവന് തോന്നി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുംതാസ് എന്നിൽ നിന്നും അകന്നു പോകുമെന്നോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ ബാപ്പയെ കാണണം, വിവരം പറയണം. അല്ലെങ്കിൽ ഞാൻ ഈ ദുനിയാവിനോട് തന്നെ യാത്ര പറയും. അവൾ അവസാനം പറഞ്ഞത് തീർച്ചപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇല്ല മുംതാസ്, അതൊരിക്കലും സംഭവിക്കുകയില്ല. നീയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാൻ തന്നെ കഴിയുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മൾ രണ്ടും ഒരുമിച്ചായിരിക്കും. മരണമാണ് മറ്റൊരു മാർഗമെങ്കിൽ നിന്നോടൊപ്പം ഞാനുമുണ്ട്. പക്ഷേ കോയാക്കുട്ടി സ്രാങ്ക്, അയാൾ തന്റെ ഉമ്മയെ വെറുതെ വിടുകയില്ല. മുംതാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ തന്റെ ഉമ്മയെ ആ നാട്ടിൽ നിന്നും അടിച്ചോടിക്കും. പണവും പ്രതാപവും ആൾ സ്വാധീനവുമുള്ള കോയാക്കുട്ടി സ്രാങ്കിനെ നേരിട്ടാൽ ഒരു പക്ഷേ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് എന്റെ ഉമ്മയായിരിക്കും. ഒരു നിമിഷം അവന്റെ സമനില തെറ്റി. ഭ്രാന്തനെ പോലെ അവൻ അലറി, ഇതെന്തൊരു പരീക്ഷണം റബ്ബേ! അവസാനം ഒരു തീരുമാനത്തിൽ അവൻ ഉറച്ചു. എന്ത് തന്നെ സംഭവിച്ചാലും തന്റെ മുംതാസിനെ ഒരിക്കലും കൈവടിയില്ല. അങ്ങനെ മമ്മു കോയാക്കുട്ടി സ്രാങ്കിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. തന്റെ മുംതാസിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ള ആവേശത്തോടെ, ഉറച്ച കാൽവയ്പോടെ അവൻ കോയാക്കുട്ടി സ്രാങ്കിന്റെ മുമ്പിലെത്തി. തങ്ങളുടെ ഇംഗിതം അറിയിച്ചു. ആ പ്രണയ വാർത്ത കേട്ട് സ്രാങ്ക് അലറി, നീ എന്ത് പറഞ്ഞടാ ബലാലെ? ഞമ്മടെ മോള് മുന്തുവിനെ നിക്കാഹ് ചെയ്യാനുള്ള എന്ത് യോഗ്യത നിനക്കുണ്ടടാ ഹമുക്കെ?
അവൻ പറഞ്ഞു, ഞാൻ മുംതാസിനെയും മുംതാസ് എന്നെയും വിട്ടുപിരിയുവാൻ കഴിയാത്ത വിധം സ്നേഹിക്കുന്നു. ആ യോഗ്യത പോരെ? സ്രാങ്ക് ഗർജിച്ചു. പോരാ, പോരാടാ ഹിമാറെ. എന്റെ പൊന്നാര മോളെ നിക്കാഹ് ചെയ്യാൻ വന്ന ഒരു പുയ്യാപ്പിളയെ കണ്ടില്ലേ? ആ പൂതി നിന്റെ മനസ്സിൽ തന്നെ വെച്ചേക്ക്. ഞമ്മ ഓൾക്ക് കണ്ടു വെച്ചേക്കണ പുയ്യാപ്പിള ആരാണെന്ന് നിനക്കറിയാവാ? മമ്മു പറഞ്ഞു, എനിക്കറിയില്ല. ഇലക്ട്രിക് അലിയാർ എന്ന് കേട്ടിട്ടില്ലേ? ഈ ദുനിയാവിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഗുസ്തിക്കാരൻ മൂപ്പരാണ് നമ്മുടെ മോളെ കെട്ടാൻ പോണ പുയ്യാപ്പിള. ആര്? ആ കിഴവനോ? ആര് പറഞ്ഞടാ ഇലക്ട്രിക് കിഴവനാണെന്ന്? ഇലക്ട്രിക്കിന് എവിടെയെങ്കിലും വയസ്സായി എന്ന് കേട്ടിട്ടുണ്ടാ? അതാണ് അലിയാർ ഫയൽവാൻ. ഇന്നേ വരെ ആരും ഇലക്ട്രിക്കിനെ അടിയറ പറയിച്ചിട്ടില്ലടാ. അടിയറ പറയിക്കുമെങ്കിലോ അതിനു പറ്റിയ ഹാൻതരി ഇന്നേ വരെ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. സ്രാങ്ക് വിട്ടില്ല. ഇലക്ട്രിക്കിനെ ഞാൻ മാനം കാണിക്കും. മമ്മു, നീ വെറുതെ മരിക്കാൻ നോക്കണ്ട. സ്രാങ്ക് അവനെ പരിഹസിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ ഭാവിച്ചു. മമ്മു വിട്ടില്ല. അവിടെ ഇരിക്കെ, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. അലിയാരിനെ ഞാൻ മലർത്തി അടിക്കും. അപ്പോഴും കോയാക്കുട്ടി സ്രാങ്ക് അവനെ പരിഹസിക്കുകയാണുണ്ടായത്. നീ ഉമ്മാന്റെ ബയറ്റിൽ കിടക്കുമ്പം അലിയാര് ഇവിടുത്തെ വലിയ ഫയൽമാനാണ്. ഇന്നേ വരെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. സ്രാങ്കിന് കാണണോ ഞാൻ ഇലക്ട്രിക്കിനെ മലർത്തി അടിക്കുന്നത്? മമ്മു വിട്ടില്ല. ആ, കാണണം. സ്രാങ്കിന് വാശിയേറി. ഇലക്ട്രിക്കിനെ പരാജയപ്പെടുത്തിയാൽ സ്രാങ്ക് എനിക്ക് എന്ത് തരും? എന്ത് ചോദിച്ചാലും തരും. എനിക്ക് മുംതാസിനെ നിക്കാഹ് ചെയ്ത് തരണം. സ്രാങ്ക് ഒരു നിമിഷം ആലോചിച്ചു. എന്താ മിണ്ടാത്തത്? സ്രാങ്കിന് തീർച്ചയുള്ള കാര്യമാണ് ഇലക്ട്രിക്കിനെ അടിപ്പെടുത്താൻ ഈ പീറപ്പയ്യനെ കൊണ്ട് കഴിയില്ല എന്ന്. എങ്കിലും ഒരിത്. എന്താ വാക്ക് പറയാത്തത്? സമ്മതിച്ചു. നീ ഇലക്ട്രിക്കിനെ ഗുസ്തിയിൽ മലർത്തിയടിക്കണം. നമ്മുടെ മുംതാസ് നിനക്കുള്ളതാണ്. ഇരുവരും കൈകൊടുത്തു. പക്ഷേങ്കി ഒരു വ്യവസ്ഥ. വ്യവസ്ഥയോ? എന്താണത്? 3 മിനിറ്റിനുള്ളിൽ നീ ഇലക്ട്രിക്കിനെ മലർത്തണം. അല്ലെങ്കിൽ നീ തോറ്റതായി ഞമ്മ കണക്കാക്കും. ശരി, സമ്മതിച്ചു. തന്റെ മുംതാസിനു വേണ്ടി ആ ഒടങ്കൊല്ലി വ്യവസ്ഥയും സമ്മതിച്ചിറങ്ങിപ്പോയി. കോയാക്കുട്ടി സ്രാങ്ക് ഉള്ളു തുറന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു ഗൂഢാർത്ഥമുണ്ട്. അലിയാർ ഇന്ന് വരെ എതിരാളിയെ 3 മിനിറ്റിനു മുമ്പ് പരാജയപ്പെടുത്തിയിട്ടില്ല. ആദ്യത്തെ 3 മിനിറ്റ് എതിരാളിയുടെ ശക്തിയും അടവുകളും അറിയുവാനും അവനെ തളർത്താനുമാണ് അലിയാർ ഉപയോഗിക്കുക. അവസരം കിട്ടുന്ന അടുത്ത നിമിഷവും അലിയാർ എതിരാളിയെ മാനം കാണിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ 3 മിനിറ്റ് എന്ന നിബന്ധനയോടെ മമ്മുവിന് വാക്കുകൊടുത്തത്. ഇങ്ങനെ ഒരവസ്ഥയിലാണ് മിന്നൽ മമ്മു ഇലക്ട്രിക്കിനോട് ഏറ്റുമുട്ടുന്നതെന്ന കഥ അധികമാർക്കും അറിയില്ല. ഒരു ഗുസ്തിയുടെ പിന്നിൽ ധീരോദാത്തമായ ഒരു പ്രേമകഥ. അങ്ങനെ ആ ദിവസവും വന്നു ചേർന്നു. ഇലക്ട്രിക് അലി ഒരാഴ്ച മുമ്പ് തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അയാളുടെ എല്ലാവിധ ചിലവുകളും വഹിക്കുന്നത് കോയാക്കുട്ടി സ്രാങ്കാണ്. സ്രാങ്ക് അലിയാറുടെ കൂടെ തന്നെയാണ്. മമ്മുവിനെ ഗോദായിൽ മലർത്തണം എന്നതിലുപരി ഇലക്ട്രിക്കിന്റെ ഗുസ്തി, ആ ഉടക്കുവേലകൾ സ്രാങ്കിന് ഒരിക്കൽ കൂടി കൺകുളിർക്കെ കാണണം. ഗുസ്തി എന്ന് പറഞ്ഞാൽ സ്രാങ്കിന് ഒരുതരം ഭ്രാന്ത് തന്നെയാണ്. ഇലക്ട്രിക് അലിയാർ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഗോദായിൽ ഇറങ്ങുന്നത്. അയാൾ ഒന്ന് തീരുമാനിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത ഒരു പ്രത്യേക ഉന്മേഷവും ഉണർവും. പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ തന്റെ പഴയ 4 ഭാര്യമാരെക്കാളും സുന്ദരിയാണ് മുംതാസ്. 55-ാം വയസ്സിൽ 16-കാരിയെ ഭാര്യയായി കിട്ടുക എന്നത് മഹാഭാഗ്യം തന്നെ. ആ വൃദ്ധ മനസ്സിൽ മുംതാസിനെ കുറിച്ചുള്ള നരയ്ക്കാത്ത മോഹങ്ങൾ നാമ്പിട്ട് നിൽക്കുകയാണ്. പടയുന്നേ കഴിഞ്ഞോട്ടെ ജയിച്ച് ഞാനുടൻ തന്നെ പൊന്നുമോളെ നിന്നെ എന്റെ സ്വന്തമാക്കിയിടും. പടയുന്നു കഴിഞ്ഞോട്ടെ ജയിച്ചു ഞാനുടൻ തന്നെ പൊന്നുമോളെ നിന്നെ എന്റെ സ്വന്തമാക്കിയിടും. വിരിച്ചിട്ട മലർമെത്തയിൽ ഇരുത്തിക്കൊണ്ടനവധി കിസ ചൊല്ലിടാം, കിസ ചൊല്ലിടാം. വിരിച്ചിട്ട മലർമെത്തയിൽ ഇരുത്തിക്കൊണ്ടനവധി കിസ ചൊല്ലിടാം, കിസ ചൊല്ലിടാം. ഇത് ആ ഗുസ്തിക്കാരന്റെ ഉള്ളിലിരുന്ന് വിമ്മിഷ്ടപ്പെടുന്ന കാമുക ഹൃദയത്തിന്റെ തീഷ്ണ വികാര പ്രകടനമാണ്. ഈ സമയം കോയാക്കുട്ടി സ്രാങ്കിന്റെ കൊട്ടാരത്തിൽ നിന്നും
മുംതാസിന്റെ തേങ്ങലുകൾ കേൾക്കാം. തന്റെ പ്രാണപ്രിയന്റെ വിജയത്തിനു വേണ്ടി അവൾ അടച്ചിട്ട മുറിക്കുള്ളിലിരുന്ന് ഉള്ളൊരുകി സർവശക്തനോട് പ്രാർത്ഥിച്ചു. അതെല്ലാം നടക്കേണം പകലിരമനുദിനം ഇരക്കുന്നു ഞാൻ ഊതിയാലുയർന്ന് പൊന്തിയ മാളികയിലെ സുൽത്താനെ പട തന്നിൽ ജയിച്ചുടനെ വന്ദനയേണം പൊന്തിയ മാളികയിലെ സുൽത്താനെ പട തന്നിൽ ജയിച്ചുടനെ വന്നണയണം. മമ്മുവിനെ കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകളല്ലാതെ അവളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. മല്ലയുദ്ധത്തിൽ മമ്മു ജയിക്കണം. അതിനുവേണ്ടി പടച്ച റഹ്മാനോട് അവൾ നൊന്തുരുകി കേണപേക്ഷിച്ചു. ആശയാലൊരു മലർമാല പ്രിയമുള്ളോന്മാരിലണിയാൻ കതറാക്കേണം. ആറ്റുനോറ്റ് കോർത്തിണക്കിയ ആശയാലൊരു മലർമാല പ്രിയമുള്ളോന്മാരിലണിയാൻ കതറാക്കേണം. പ്രിയമുള്ള ശ്രോതാക്കളെ, ചുറ്റും മറച്ച് വളച്ചു കെട്ടിയ കടപ്പുറത്ത് ഗുസ്തി കാണുവാൻ കാണികൾ നിറഞ്ഞു. എല്ലാത്തരം ടിക്കറ്റുകളും 3 മണിക്ക് മുൻപ് തന്നെ വിറ്റുകഴിഞ്ഞിരുന്നു. കാണികൾ അന്യോന്യം പന്തയം വെച്ചു. രൂപയ്ക്ക്, വാച്ചിന്, എന്തിനധികം സ്വർണ്ണ മോതിരത്തിന് വരെ പന്തയം വെച്ചവർ കൂട്ടത്തിലുണ്ട്. ഭൂരിപക്ഷവും ഇലക്ട്രിക്കിനെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ മിന്നലിനു വേണ്ടിയും ചിലരുണ്ടായിരുന്നു. കാണികളുടെ കൂട്ടത്തിൽ ഒരേ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റാരുമല്ല, മിന്നലിന്റെ ഉമ്മയായിരുന്നു. പിന്നെ മറ്റൊരു പെണ്ണിന്റെ ഹൃദയാഭിലാഷവും ഉണ്ടായിരുന്നു. അത് മുംതാസിന്റേതായിരുന്നു. ആറ്റുനോറ്റേക്കോർത്തിണക്കിയ ആശയാലൊരു മലർമാല പ്രിയമുള്ളോന്മാരിലണിയാൻ കതറാക്കേണം. ആറ്റുനോറ്റ് കോർത്തിണക്കിയ ആശയാലൊരു മലർമാല പ്രിയമുള്ളോന്മാരിലണിയാൻ കതറാക്കേണം എന്ന അപേക്ഷ കാറ്റിലൂടെ അവിടെങ്ങും ഒഴുകി നടന്നു. അതാ വിസിൽ മുഴങ്ങി. 2-1 തീർച്ചപ്പെടുത്താനുള്ള സമയമായി. കാണികൾ ഒന്നിളകി ശാന്തരായിരുന്നു. കോഴാക്കുട്ടി സ്രാങ്കിന് മാത്രം ഒരു കുലുക്കവുമില്ല. അദ്ദേഹത്തിന് 100% തീർച്ചയുള്ള കാര്യമാണ് ഇലക്ട്രിക്കിന്റെ വിജയം. ജനങ്ങൾ അക്ഷമരായിരിക്കെ ആരാധകരുടെ അകമ്പടിയോടെ ഇലക്ട്രിക് മൈതാനത്തെത്തി. കാണികൾക്ക് കൈ ഉയർത്തി സലാം പറഞ്ഞു. ഉടനെ കയ്യടി, വിസിലടി, നിമിഷ നേരം കൊണ്ട് അലിയാർ ഗോദായിലേക്ക് ചാടിക്കയറി. അതാ 2ാമത്തെ വിസിലും വീണു. ഒരു പഴയ ഫയൽവാനായിരുന്നു ആ ഗുസ്തിയുടെ റഫറി. അയാൾ ഗോദായിലെത്തി. ഇലക്ട്രിക്കിനോട് ഏറ്റുമുട്ടാനുള്ള മിന്നലെവിടെ? മിന്നലിനെ ആ പരിസരത്ത് ആരും കണ്ടവരില്ല. കാണികൾ പരസ്പരം തിരക്കി. മിന്നലിനെ കാണാനില്ല. അവൻ തടി തട്ടിയിട്ടുണ്ടാകും. അലിയോട് ഏറ്റുമുട്ടുവാൻ ചങ്കൂറ്റമില്ലാത്തവൻ ഒളിച്ചോടിയിട്ടുണ്ടാകുമെന്ന് കാണികൾ കരുതി. അതാ 3ാമത്തെ വിസിൽ. വിസിൽ നിലയ്ക്ക് മുമ്പേ ഇടിവെട്ടിന്റെ ശബ്ദം പോലെ അലറിക്കൊണ്ട് മിന്നൽ ഗോദായിലേക്ക് ചാടിക്കയറി. അതുവരെ ആരവം മുഴക്കിയിരുന്ന കാണികൾ നിശബ്ദരായി. റഫറി മധ്യ നിന്നു. ഫയൽവാൻമാർ ചുവട് വെച്ച് മുന്നോട്ടടുത്ത് കൈകൊടുത്ത് പരസ്പരം വന്നിച്ചു പിരിഞ്ഞു. കാണികൾ ശ്വാസം മടക്കി പിടിച്ചിരിക്കുകയാണ്. സ്രാങ്കിന് മാത്രം ഒരു കൂസലുമില്ല. വീണ്ടും വിസിൽ. ഇലക്ട്രിക്കും മിന്നലും മുന്നോട്ടെടുത്തു. 2 പേരുടെയും ഇടത് കൈ ഓരോരുത്തരുടെയും കഴുത്തിലും
വലത് കൈപ്പത്തികൾ ചേർത്ത് പിടിച്ച് അങ്ങുമിങ്ങും അടുപ്പിക്കാനുള്ള ശ്രമം. ബലാബലം നോക്കുകയാണ്. ഇലക്ട്രിക് സൂത്രത്തിൽ മിന്നലിന്റെ തല തന്റെ കക്ഷത്തിൽ ഒതുക്കാൻ ശ്രമിച്ചു. നടന്നില്ല. ഉഗ്രൻ ഗുസ്തി, ഗംഭീര ഗാട്ടാ ഗുസ്തി. രണ്ടുപേർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് കാണികൾക്ക് വിധി എഴുതുവാൻ അസാധ്യമായ ഗുസ്തി. ഇലക്ട്രിക് വല വീശുന്നു, മിന്നല ബല കീറുന്നു, ഇലക്ട്രിക് കെണി വയ്ക്കുന്നു, മിന്നല പണി മുടക്കുന്നു. ഇലക്ട്രിക് വല വീശുന്നു, മിന്നല വല കീറുന്നു, ഇലക്ട്രിക് കെണി വയ്ക്കുന്നു, മിന്നല പണി മുടക്കുന്നു. അങ്ങനെ ഇലക്ട്രിക്കിന്റെ അടവുകളൊന്നും മിന്നലിന്റെ മുൻപിൽ വിലപ്പോയില്ല. ഇലക്ട്രിക് കിതച്ചു തുടങ്ങിയപ്പോൾ മിന്നൽ വിയർത്തു തുടങ്ങി. കാണികൾ അമ്പരം നിരുന്നുപോയി. ഈ പയ്യൻ ഈ വേലകളൊക്കെ ഏത് ദുനിയാവിന്ന് പഠിച്ചെടുത്തു റബ്ബേ എന്ന ചിന്തയാണ് എല്ലാവർക്കും. ശ്രാങ്കിന് യാതൊരു ഭാവവ്യത്യാസവുമില്ല. അയാൾക്ക് എങ്ങനെയും 3 മിനിറ്റ് കഴിഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ മമ്മു തോറ്റു. അടുത്ത ഏത് നിമിഷവും ഇലക്ട്രിക് മമ്മുവിനെ മലർത്തു. വാച്ചിന്റെ സൂചികൾക്ക് വേഗത പോരാ എന്ന് ശ്രാങ്കിന് തോന്നി. അങ്ങനെ ഒഴിഞ്ഞും കുതറി മാറിയും നിന്നപ്പോഴാണ് മിന്നൽ 3 മിനിറ്റിന്റെ കാര്യം ആലോചിച്ചത്. 3-ാം മിനിറ്റിൽ ഇലക്ട്രിക്കിനെ മാനം കാണിച്ചില്ലെങ്കിൽ തനിക്ക് മുംതാസ് നഷ്ടപ്പെടും. പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ ചിന്ത അവന് പുതിയ ഒരു ഉണർവ് നൽകി. ഇലക്ട്രിക് ഇത്രയൊന്നും മിന്നലിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊരു ഫയൽവാനും തന്നെ ഇത്രയധികം വശക്കേടാക്കിയിട്ടില്ല. അങ്ങനെ ഇലക്ട്രിക്കിന്റെ ചിന്ത കാട് കയറിയതിന്റെ 1 സെക്കൻഡ് മിന്നൽ പൂർണ്ണമായും പ്രയോഗപ്പെടുത്തി. അതാ നോക്കൂ, അവിടെ എന്തു സംഭവിച്ചു? എന്തോ അട്ടിമറികൾ നടന്നിരിക്കുന്നു. ഇടിമിന്നലിന്റെ മുഴക്കത്തോടുകൂടി മിന്നൽ മമ്മുവിന്റെ അട്ടഹാസം. ഇലക്ട്രിക്കിനെ ഒരു പൂച്ചക്കുട്ടി എന്ന വണ്ണം മിന്നൽ തന്റെ ചുമലിലെടുത്തു. കാണികൾ സ്തംഭിച്ചു നിന്നുപോയി. കോയാക്കുട്ടി ശ്രാങ്ക് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റുപോയി. ഇനി 1 സെക്കൻഡ്, വേണ്ട 1/2 സെക്കൻഡ്. ഗുസ്തി സാമ്രാജ്യത്തിലെ മുടിച്ചൂടാ മന്നൻ ഇലക്ട്രിക്കിനെ മലർത്തി അടിക്കാൻ തുനിഞ്ഞതും, മോനെ മമ്മോ അടിക്കല്ലേടാ മോനെ എന്നൊരാർത്തനാദം കേട്ടു. മമ്മു സ്തംഭിച്ചുപോയി. കാണികളുടെ ഇടയിൽ നിന്നും മമ്മുവിന്റെ ഉമ്മ ഗോദയിലേക്ക് ഓടിക്കയറി. മമ്മു അത്ഭുത സ്തബ്ധനായി ഉമ്മയെ നോക്കി. ഉമ്മ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട മോനെ, മൂപ്പരെ മാനം കെടുത്തരുത്. ഇലക്ട്രിക്കിനെ തോളിൽ തന്നെ ചുരുട്ടി വെച്ചുകൊണ്ട് മമ്മു അലറി, ഉമ്മ. അതേടാ മോനെ, മൂപ്പര് നിന്റെ ബാപ്പയാണടാ. തന്റെ ഉമ്മ പറഞ്ഞു കേട്ട് മിന്നലാകെ തളർന്നു. അത്യത്ഭുതരായ കാണികൾ അവർക്ക് ചുറ്റും കൂടി നിന്നു. മമ്മു സാവധാനം ഇലക്ട്രിക്കിനെ താഴേക്കിറക്കി നിർത്തി. ഇലക്ട്രിക് മമ്മുവിനെയും അവന്റെ ഉമ്മയെയും മാറി മാറി നോക്കി. ഉമ്മ തീ പാറുന്ന കണ്ണുകളോടെ ഇലക്ട്രിക്കിനെ നോക്കി. നിങ്ങളെന്നെ അറിയോ? 25 കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ട് പുതിയ റോഡിലുള്ള ഒരു സാധു കുടുംബത്തിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തത് നിങ്ങൾ ഓർക്കണുണ്ടാ? ഇലക്ട്രിക്കിന്റെ ബോധം തെളിഞ്ഞു. കണ്ണുകൾ വിടർന്നു, ചുണ്ടുകൾ വിതമ്പി. സൈനബ. അന്ന് നിങ്ങളെന്നെ സൈനു എന്നാണ് വിളിച്ചിരുന്നത്, മറന്നോ? അന്ന് നിങ്ങളെനിക്ക് സമ്മാനിച്ചതാണ് ഈ നിൽക്കുന്ന മമ്മു. ഇവന് എന്റെ വയറ്റിൽ നേർന്നുകൊണ്ട് നിങ്ങൾ നാട് വിട്ടതല്ലേ? പിന്നെ നിങ്ങളെ വന്ന് കണ്ടുകിട്ടാൻ ഞാൻ എത്ര കാത്തിരുന്നെന്നോ. ഒടുവിൽ നിങ്ങൾ വരൂലെന്ന് മനസ്സിലായി. ഞാനും നാട് വിട്ടു. എന്റെ പൊന്നുമോനെ ഞാൻ വളർത്തി. എന്തെങ്കിലും നിങ്ങളെ കാണാതിരിക്കില്ല. അന്ന് നിങ്ങളുടെ മോനെ കൊണ്ട് തന്നെ നിങ്ങളോട് പകരം ചോദിപ്പിക്കണമെന്ന് ഞാൻ ഉറച്ചു. പക്ഷേ ഇപ്പം എന്റെ മനസ്സ് സമ്മതിച്ചില്ല. നിങ്ങളിപ്പം തോറ്റ് തൊപ്പിയിട്ടില്ലേ? എനിക്കത് മതി. വാടാ മോനെ, നമുക്ക് പോകാം. ഉമ്മ നടന്നു. അനുസരണയോടെ മമ്മുവും പിന്നാലെ നടന്നു. ഇലക്ട്രിക്കിന്റെ മനസ്സ് നൊന്തു. മുമ്പ് ഒരിക്കലും തോന്നാത്ത ഒരു പശ്ചാത്താപം. തന്റെ തെറ്റുകൾ പടച്ചവൻ പൊറുക്കുന്നതല്ല. കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. താനൊരു മഹാപാവിയാണ്. തന്റെ സ്വന്തം സുഖം മാത്രമേ ഇന്നേ വരെ നോക്കിയുള്ളൂ. തന്നെ വിശ്വസിച്ച് തന്റെ ഭാര്യമാരായി തീർന്ന 4 പേരെക്കുറിച്ച് അയാൾ ആലോചിച്ചു. പുതുമ നശിക്കുന്നതിന് മുൻപ് അവരെ ഓരോരുത്തരെയും അനാഥരാക്കി തള്ളി നീക്കി നാട് വിട്ടില്ലേ? അവരുടെ ശാപം തന്നെ വെറുതെ വിടില്ല. ഇതാ ഇപ്പോൾ തന്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് ആദ്യ ഭാര്യ സൈനബയും പുന്നാര മോനുമാണ്. മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത മധുരിക്കുന്ന ഒരു വേദന. സൈനോ, അലിയാരുടെ ആത്മാവ് പറഞ്ഞു. വിളിച്ചു. സൈനബ വിളി കിട്ടില്ല. മോനെ, മമ്മു.
മമ്മു നിന്നുപോയി. കാരണം അവന്റെ ബാപ്പയുടെ സ്നേഹമസൃണമായ വിളി അവൻ ആദ്യം കേൾക്കുകയാണ്. മമ്മു നിന്നപ്പോൾ ഉമ്മയും നിന്നു. അലിയാർ ഓടിയെത്തി എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും അടുത്തു നിന്നിരുന്ന കോയാക്കുട്ടി സ്രാങ്ക് മമ്മുവിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, മമ്മു, നീ നമ്മോട് മാപ്പാക്ക്. നീ തന്നെ ജയിച്ചിരിക്കുന്നു. ബാപ്പയേക്കാൾ വലിയവനായ നീ തന്നെ നമ്മുടെ പുയ്യാപ്പിള. എന്റെ മുംതാസ് നിനക്കുള്ളതാണ്. മമ്മുവിന്റെ ഹൃദയത്തിൽ പൂത്തിരി കത്തി. അതിന്റെ വെളിച്ചം മുഖത്തും പ്രസരിച്ചു. ഈ സമയം സ്രാങ്കിന്റെ കൊട്ടാരത്തിലെ അടച്ചിട്ട മുറിയിലിരുന്ന് ഒരു ഇളം പെണ്ണിന്റെ കൽബ് ഇങ്ങനെ പാടുകയായിരുന്നു. മുറാതെല്ലാം നടക്കേണം പകലിരമരുദിനം ഇരക്കുന്നു ഞാൻ പുതിയാലുയർന്നു പൊന്തിയ മാളികയിലെ സുൽത്താനെ പട തന്നിൽ ജയിച്ചുടനെ വന്നണയേണം പുതിയാലുയർന്നു പൊന്തിയ മാളികയിലെ സുൽത്താനെ പട തന്നിൽ ജയിച്ചുടനെ വന്നണയേണം. ഇറയോനെ കൃപയില്ലേ കനിയേണം ഭഗവാനെ കരളിന്റെ കരളായോൻ വരനായി വന്നു ചേരാൻ ആറ്റുനോറ്റ് കോർത്തിണക്കിയ ആശയാലൊരു മലർമാല പ്രിയമുള്ളോൻ മാറിലണിയാൻ കതറാക്കേണം ആറ്റുനോറ്റ് കോർത്തിണക്കിയ ആശയാലൊരു മലർമാല പ്രിയമുള്ളോൻ മാറിലണിയാൻ കതറാക്കേണം. അങ്ങനെ അലിയാരുടെ 5-ാം കെട്ട് 4 കെട്ടിൽ തന്നെ ഒതുങ്ങി നിന്നു. ഇത്രയും കെട്ടിക്കൂട്ടണമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഏതായാലും മിന്നൽ മമ്മുവിന്റെ 1-ാം കെട്ട് നടക്കാൻ പോവുകയാണ്. ആ പഹയൻ എങ്ങനെയാണ്? ബാപ്പയുടെ മാർഗം തന്നെ പിന്തുടരുമോ, അതോ പുതിയ തലമുറയുടെ വക്താവായി സമുദായത്തിന് മാതൃക കാട്ടുമോ? ഒരു കാര്യം തീർച്ചയാണ്, മുംതാസിനെ മമ്മു കൈവിടില്ല. അവൻ മുംതാസിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. മമ്മു, മുംതാസ് എന്നിവരുടെ നിക്കാഹിന് നിങ്ങളേവരും തീർച്ചയായും വരണം.